200 വർഷം പഴക്കമുള്ള ഈ ഹാൻഡ് ക്രാഫ്റ്റഡ് സീലിംഗ്, ഈ ആഡംബര ഫ്ലോറിംഗ്, പിന്നെ ഈ മാഗ്നിഫിസെന്റ്ലി മിറർ അത്രയ്ക്കങ്ങ് പോരാ. എക്സ്ക്യൂസ് മീ, ഫ്ലോറിംഗ് അത്രയ്ക്കങ്ങ് പോരാ. വരൂ. ബ്യൂട്ടിഫുൾ ഫ്ലോറിംഗ്, ന്യൂ രാജസ്ഥാൻ മാർബിൾസ്. ബ്യൂട്ടിഫുൾ വാൾസ്, ന്യൂ രാജസ്ഥാൻ മാർബിൾസ്. നല്ല ഭംഗിയുണ്ട്. ന്യൂ സ്റ്റൈൽ. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാർബിൾ, ഗ്രാനൈറ്റ് ആൻഡ് വെട്ടിഫൈഡ് ടൈൽ ഷോറൂം ന്യൂ രാജസ്ഥാൻ മാർബിൾസ്. നമസ്കാരം. ഓണത്തിന് ഒരു കൈത്താങ്ങായി ചിത്രത്തോണി 85 സംഘം. ചിറയൻകീഴ് ശാർക്കര SEV BHS 1985 സ്കൂൾ ബാച്ച് ചിത്രത്തോണി 85 സംഘത്തിന്റെ നേതൃത്വത്തിൽ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ ഓണത്തിനൊരു കൈത്താങ് എന്ന നാമത്തിൽ 36 കിടപ്പ് രോഗികൾക്ക് ധനസഹായവും ഓണക്കിറ്റും ഓണക്കോടിയും പച്ചക്കറി കിറ്റും വിതരണം ചെയ്തു. 2025 ആഗസ്റ്റ് 31 ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്വാഗതം ചിത്രത്തോണി പാലിയേറ്റീവ് കെയർ കൺവീനർ പ്രേംകുമാറും ചിത്രത്തോണി പ്രസിഡന്റ് R. ജയൻക അധ്യക്ഷത വഹിച്ചു. ഓണത്തിനൊരു കൈത്താങ് എന്ന പരിപാടി ശാസ്താംകോട്ട റൂറൽ DYSP GB മുകേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം R. സുഭാഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ PC, ചിത്രത്തോണി രക്ഷാധികാരി മനോജ് ഇടമന, ചിറയൻകീഴ് SHO VS അജീഷ് എന്നിവർ സംസാരിച്ചു. ചിത്രത്തോണി 85 എന്ന് പറയുന്നത് 1985 ചിറയൻകീഴ് ശാസ്ത്രവിലാസം ബോയ്സ് ആൻഡ് ഗേൾസ് 2 സ്ഥലത്തായിട്ട് പഠിച്ച ഒരു സ്കൂൾ കൂട്ടായ്മയുടെ തുടക്കമാണ്. ഞങ്ങളുടെ 10ാം ക്ലാസ് 1977 10ാം ക്ലാസ് പഠിച്ചിറങ്ങിയ ഞങ്ങളൊരു സംഘടന രജിസ്റ്റർ ചെയ്തു. ചിത്രത്തോണി 85 ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്മൾ വരെയുണ്ട്. 2020 ഡിസംബറിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അതിനോടൊപ്പം നമ്മൾ ആദ്യം നമ്മുടെ കൂട്ടുകാർക്ക് ഒരു കൈത്താങ് എന്ന പരിപാടിയാണ് നമ്മുടെ പ്രായത്തിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള കഷ്ടതയെ ഉപയോഗിക്കുന്നവരെ സഹായിക്കാം എന്ന രീതിയിലാണ് നമ്മൾ തുടങ്ങിയത്. 6 വർഷം കഴിഞ്ഞ് അടുത്ത വർഷം ശരിക്കും പറഞ്ഞാൽ 4/6/2021 നിങ്ങളുടെ സ്കൂൾ കൂട്ടായ്മയിൽ നിന്ന് ആദ്യം 3 പേർക്ക് ചിറയൻകീഴ് ആശുപത്രിയിലെ ഞാൻ സുലാസറുമായിട്ട് ബന്ധപ്പെട്ടു. അന്നത്തെ സൂപ്രണ്ട് നമുക്ക് കണ്ടു. ഞങ്ങളൊരു 3 പേരെ സഹായിക്കാമെന്ന് പറഞ്ഞു. ചെറിയ രീതിയിൽ ഞങ്ങളാൽ കഴിയുന്ന ഒരു ധനസഹായം അവർക്ക് കൊടുത്തു. ഞങ്ങൾ തുടങ്ങി. അത് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഒരു 6 മാസം നടത്തുക. നമ്മുടെ അത്രയും പറ്റത്തുള്ളൂ. പക്ഷെ ഞങ്ങളത് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങളത് 10 പേരാണ് ഒരു പാലിയേറ്റീവ് യൂണിറ്റ് എന്നുണ്ടായിരുന്നത്. ഞങ്ങളൊരു 10 പേര് കൂടിയാണ് ഇത് തുടങ്ങി വയ്ക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ മനസ്സിൽ തോന്നി ഈ ചെയ്യുന്ന ഒരു വലിയ പുണ്യപ്രവർത്തനമാണ്. അന്ന് ഇതേ കിടക്കല്ല, ഞങ്ങള് അവരുടെ വീടുകൾ സന്ദർശിച്ചാണ് പോയി കൊടുക്കുന്നത്. ഇവർ തരുന്ന ലിസ്റ്റ് പ്രകാരം അവരുടെ വീട് എവിടെയാണ്, ആ വീട്ടിൽ പോയി അവരെ നേരി കണ്ട് അവരുടെ കഷ്ടതകൾ എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ നിങ്ങൾ സഹായിച്ചത്. അടുത്തതായി ഞാൻ സോളം പറയേണ്ടത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിനും ആ അണ്ണനോട് ഒരു ചെറിയ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങാമെന്ന് വെച്ചാൽ അണ്ണൻ വന്ന് ജോയിൻ ചെയ്യും. അപ്പൊ അണ്ണൻ ചിത്രത്തോണിയുടെ പേരിലും എന്റെ പേരിലും സോളം പറയും. ബ്ലോക്ക് പ്രസിഡന്റ് ജയശ്രീ മേഡമാണ് നടത്തുന്നത്. ജയശ്രീ മേഡത്തിനാണ് ഞാൻ സോളം പറയേണ്ടത്. ജയശ്രീ മേഡം എന്ന് പറയുന്നത് എനിക്ക് കഴിഞ്ഞ 3 തവണത്തെ ഓണപരിപാടിയിലും ജയശ്രീ മേഡം കൃത്യമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അതിലെനിക്ക് ഒരു ഓർമ്മയുള്ളത്, അടൂർ പ്രയാസം വന്നത് അന്ന് 2 മണിക്കൂർ ലേറ്റായിട്ടാണ്. എന്നിട്ട് പോലും ജയശ്രീ മേഡം ഒരു 2 മണിക്കൂറോളം ഇവിടെ ഇരുന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഇത് തന്നെ ഈ ജയശ്രീ മേഡത്തിനെ ഞാൻ വിളിച്ചപ്പോൾ ജയശ്രീ മേഡം പറഞ്ഞു ഒരു മാറ്റമില്ല, ഞാൻ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ദിവസം മേഡത്തിന്റെ വഴിയിൽ വെച്ച് കണ്ടു. എന്നെ മനസ്സിലാക്കാൻ വേണമെന്ന് ചോദിച്ചു. എനിക്ക് താങ്കളുടെ ചിത്രത്തോണിയല്ലേ. അപ്പൊ അത്രത്തോളം നമ്മുടെ സംഘടനയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ മേഡത്തിന് ചിത്രത്തോണിയുടെ പേരിലും എന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എത്തിച്ചേരാമെന്ന് പറഞ്ഞതാണ് ന്യൂ രാജസ്ഥാൻ MP വിഷ്ണുഭക്തൻ. പുള്ളിയുടെ മകളുടെ ഒരു കാര്യമായിട്ട് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചിത്രത്തോണിയുടെ പേരിലും എന്റെ പേരിലും സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യുന്നത് ചിറയൻകീഴ് HSO അജീഷ് സാറിനാണ്. അജീഷ് സാറിന് ചിത്രത്തോണിയുടെ പേരിലും എന്റെ പേരിലും സ്വാഗതം പറയും. ആശംസകൾ പറയാനായിട്ട് ഉള്ള
നമ്മുടെ ചിത്രത്തോണിയുടെ തന്നെ രക്ഷാധികാരി ശ്രീ മനോജ് ഇടവനെയാണ്. മനോജ് ഇടവനെയും സുഭാഷ് ഒരു പരിപാടി നിന്നാണ് കേൾക്കാറുള്ളത്. എന്നാലും മനോജിന് ചിത്രത്തോണിയുടെ പേരിലും എന്റെ പേരിലും സ്വാഗതം പറയുന്നു. ഈ സ്വാഗതം പറയേണ്ടത് ചിത്രത്തോണിയുടെ സെക്രട്ടറിയാണ് സുരേഷ്. സുരേഷിന് ചിത്രത്തോണിയുടെ പേരിലും എന്റെ പേരിലും സ്വാഗതം പറയുന്നു. പിന്നെ നമ്മുടെ പേരുവിന്റെ കോർഡിനേഷനെല്ലാം കൃത്യമായി ചെയ്യുന്ന നമ്മുടെ ശിവദാസന് ഞങ്ങളുടെ സ്കൂൾ വെച്ചാണ്. ശിവദാസന് ചിത്രത്തോണിയുടെ പേരിലും എന്റെ പേരിലും സ്വാഗതം പറയുന്നു. അതോടൊപ്പം ചിത്രത്തോണിയുടെ പാലിയേറ്റീവിന്റെ ഒരു കൺവീനർ കൂടിയായ ശ്രീ മനോജ് കുമാർ കിണ്ടനെ ചിത്രത്തോണിയുടെ പേരിലും എന്റെ പേരിലും സ്വാഗതം പറയുന്നു. പിന്നെ ഇവിടെ വന്നു ചേർന്ന നിങ്ങളുടെ ഓരോരുത്തരെയും ചിത്രത്തോണിയുടെ പേരിലും എന്റെ പേരിലും ഞാൻ സ്വാഗതം പറയുന്നു. അതോടൊപ്പം തന്നെ ചിത്രത്തോണിയുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ നിൽപ്പുണ്ട്. എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു ഹാപ്പി ഓണം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം നിർത്തുന്നു. സുഭാഷണം എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു നന്ദിപ്പെടുന്നു. നമ്മുടെ 3 പരിപാടിയുടെ പങ്കെടുത്താണ്. നന്ദി, നമസ്കാരം. സാറിനെ പരിപാടിയിലേക്ക് ഉദ്ഘാടനം ചെയ്യുവാനും 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ശാർക്കര ചിത്രവിലാസം ബോയ്സ് ഹൈസ്കൂളും ശാരദവിലാസം ഗേൾസ് ഹൈസ്കൂളിലെയും 1985 ബാച്ചിലെ സ്കൂളിന്റെ കൂട്ടായ്മയുടെ SLC ബാച്ചിന്റെ കൂട്ടായ്മയുടെ ഒരു വലിയ സ്നേഹാദരമാണ് എന്നിവിടെ നടക്കുന്നത്. ഓണത്തിന് ഒരു കൈപ്പാണ്. കഴിഞ്ഞ 4 ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 4.5 വർഷമായിട്ട് മുടങ്ങാതെ മിക്കവാറുമുള്ള മാസങ്ങളിലൊക്കെ തന്നെ ഈ സംഘടനയുടെ കൈത്താൻ ഓണത്തിന് മാത്രമല്ല മറ്റ് അവസരങ്ങളിലൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഞാനും ഞങ്ങളുടെയും ഒരു സ്കൂൾ ബാച്ചുണ്ട്. പക്ഷെ അവിടെ ഇത്രയും വലിയ വിപുലമായ പരിപാടികളൊന്നും തന്നെയില്ല. ചെറിയ ചെറിയ അതുപോലുള്ള രോഗികൾക്കും അല്ലെങ്കിൽ ചികിത്സ സഹായം ആവശ്യമുള്ള രോഗികൾക്കൊക്കെ ഞങ്ങളും സഹായിക്കുന്നുണ്ട്. ഇത്രയും വിപുലമായ രീതിയിൽ ഒരു പരിപാടി ഞങ്ങളുടെ ഗ്രൂപ്പിലും ഇല്ല. പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് വളരെ വിശാലമായിട്ട് തന്നെ ഇത് വരും വർഷങ്ങളിൽ ഇപ്പോൾ 36 പേരായി ഓരോ വർഷവും ഇതിന്റെ സഹായ ആവശ്യമുള്ളവരുടെ എണ്ണം എന്റെ അഭിപ്രായത്തിൽ ഇത്തരം സഹായം ആവശ്യമുള്ളവരുടെ എണ്ണം കുറയട്ടെ എന്നാണ്. കാരണം ആർക്കും ഒരു അസുഖവും അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. പക്ഷെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്നതനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങൾ സാമ്പത്തികമായും അതുപോലെ തന്നെ ശാരീരികമായും ഒക്കെ പല ബുദ്ധിമുട്ടുകളും പലർക്കും വരുന്നുണ്ട് എന്നുള്ളതൊരു നഗ്ന സത്യമാണ്. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ ആൾക്കാരെ സഹായിക്കാൻ ഈ സംഘടനയ്ക്ക് സാധിക്കട്ടെ. എന്തായാലും എന്നെ ഈ ചടങ്ങിന് ക്ഷണിച്ചതിന് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ ചടങ്ങിൽ എന്നെ ഒഴിവാക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ ഇവിടുത്തെ DYSP അല്ല, ഞാൻ ഇവിടെ നിന്നാണ് ഇപ്പം വരുന്നത്. എന്നിരുന്നാലും എന്നെ ഇവിടെ ക്ഷണിച്ചു. അത് ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കും. കാരണം ഞാനിവിടെ SA ആയിട്ടും 2 കൊല്ലം തുടർച്ചയായിട്ട്, CA ആയിട്ടും 2 കൊല്ലം തുടർച്ചയായിട്ട് ജോലി ചെയ്തു. നേരത്തെ പ്രധാനമൊക്കെ തൊട്ടടുത്ത കടയ്ക്കാവൂരും 2 കൊല്ലം തുടർച്ചയായിട്ട് SA ആയിട്ടും CA ആയിട്ടും 2 കൊല്ലം തുടർച്ചയായിട്ട് ജോലി ചെയ്തു. അപ്പോൾ ഈ സ്ഥലത്ത് പരിചയമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തതുകൊണ്ടായിരിക്കാം എന്നെ ഓർത്തത് എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ആ ഗണിച്ചതിന് വളരെ സന്തോഷം. പ്രിയപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷ, അതുപോലെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ദീർഘകാലം ചിറയൻകീഴ്, കടയ്ക്കാവൂർ, ആറ്റിങ്ങൽ തുടങ്ങിയ മേഖലകളിൽ വിവിധ തലങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ച് ഇപ്പോൾ അദ്ദേഹം DYSP റാങ്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ DYSP ആയതിനു ശേഷം ആദ്യമായിട്ട് ചിറയൻകീഴ് ഒരു പരിപാടി പങ്കെടുക്കുന്ന ഇതാണെന്ന് തോന്നുന്നു ശ്രീ മുകേഷ്. അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യായ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ജയശ്രീ PC, അതുപോലെ നമ്മുടെ CPIയുടെ
നേതാവും നമ്മുടെ കാർഷിക ഭൂപണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റും ഈ ചിത്രത്തോണിയുടെ അമരക്കാരനുമായിട്ടുള്ള ശ്രീ മനോജ് രമന, നമ്മുടെ CA, അദ്ദേഹം എനിക്ക് തോന്നുന്നു CAയും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു പൊതു പരിപാടി ഇവിടെ പങ്കെടുക്കുന്നത്. പുതുതായിട്ട് ചാർജ് എടുത്തിട്ടുള്ള CA ആണ്. അതുപോലെ ഈ പരിപാടിക്ക് ആകെ നേതൃത്വം നൽകുന്ന ശ്രീ പ്രേംകുമാറും ശിവദാസനുമാണ്. ചിത്തിരത്തോണി എന്ന് പറയുന്നത് ഒരു സ്കൂൾ ബാച്ചാണെങ്കിലും ഇപ്പൊ ചിറയിൻകീഴ് ചിത്തിരത്തോണി എന്നത് ഒരു വലിയ ചാരിറ്റബിൾ സൊസൈറ്റി പോലെ വലിയൊരു സന്നദ്ധ സംഘടനയായി വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ചിത്തിരത്തോണിയുടെ ഈ ഒരു പരിപാടി കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് 4.5 വർഷം കൊണ്ട് നമ്മുടെ ഈ ആശുപത്രി കേന്ദ്രീകരിച്ച് ഇങ്ങനെ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ആരംഭം വരുന്ന സമയം മുതൽ തന്നെ അതിന്റെ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് ഒരു 4-5 പ്രാവശ്യം ഒരു വിളിയുണ്ട്, പ്രസിഡന്റ് എന്നും പറഞ്ഞ്. കൃത്യമായും ഞാൻ വരുമെന്ന് പറഞ്ഞു, പക്ഷെ ലേശം താമസിച്ചു പോയെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. എങ്കിലും നമ്മുടെ ഈ ഓണക്കാലത്ത് ഏകദേശം 36ഓളം ഗുണഭോക്താക്കൾക്ക് നമ്മുടെ പാലിയേറ്റീവ് രോഗികളുടെ കുടുംബങ്ങൾക്ക് ഒരു കൈത്താങ്ങായിട്ട് നമ്മുടെ ചിങ്ങമാസത്തിലെ പൊന്നും തിരുവോണം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇത്തരത്തിലുള്ള സംഘടനകൾ ഇപ്പൊ ചിറയൻകീഴ് കേന്ദ്രീകരിച്ച് ചിത്തിരത്തോണിയുടെ പ്രവർത്തനം എടുത്തു പറയത്തക്ക ഒരു സംഘടന ആയി ഇങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്താകമാനം നമ്മുടെ പ്രദേശത്തൊട്ടാകെ തന്നെ ഇത്തരത്തിലുള്ള സംഘടനകള്, റെസിഡൻസ് അസോസിയേഷനുകള്, കൂട്ടായ്മകള്, അങ്ങനെ ഒരുപാട് വളരെയേറെ സന്തോഷവും അഭിമാനം തോന്നുന്ന മുഹൂർത്തമാണത്. ഞാനിവിടെ ചിറയൻകീഴ് പുതിയതാണ്, ചാർജെടുത്ത കുറച്ച് ദിവസമായേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തുന്നുവെന്നും അതിൽ പങ്കെടുക്കണമെന്നും ഇതിന്റെ ഭാരവാഹികളെ അറിയിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. പങ്കെടുക്കാമെന്ന് തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ ഒരു ഇടപെടലുകളുണ്ട് ഒരു കുടുംബത്തിന് പ്രത്യേകിച്ച് ആഘോഷവേളയിൽ ഒരു സഹായം കിട്ടുക, ഒരു സന്തോഷം ഉണ്ടാകുക, അതിനേക്കാൾ ഒരു വലിയ പുണ്യപ്രവൃത്തി ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സഹായങ്ങൾ ആരും കൊടുക്കാൻ പറ്റും. നമുക്ക് ഒരു കുടുംബത്തിന്റെ അവരുടെ ആവശ്യമാക്കഞ്ഞ് അവരുടെ ഇല്ലായ്മകളാക്കഞ്ഞ് ഒരു സഹായം കൊടുക്കുക, അത് ആ കുടുംബത്തിന് വേണ്ടി പ്രയോജനപ്പെടുക, അത് അവർക്ക് ആ ഒരു സന്തോഷം തോന്നുക, അതൊക്കെ വളരെ സന്തോഷം തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ്. ചിത്രത്തോണി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അവർ പറഞ്ഞതുപോലെ ഒരു സ്കൂൾ ബാച്ച് മാത്രമല്ല. അപ്പൊ ഞാൻ ഇവിടെ കൂടുതലായിട്ട് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി അവിടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള പുണ്യപ്രവൃത്തികളും നാട്ടിന്റെ നന്മയ്ക്ക് ഉതകുന്ന പല കാര്യങ്ങളും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു എന്താ പറയാ സർക്കാരിന് കൂടെ ഒരു നേട്ടവും അല്ലെങ്കിൽ നമ്മുടെ നാടിന് തന്നെ അഭിമാനമാണ്. തീർച്ചയായിട്ടും അവരുടെ ചിത്രത്തോണിയുടെ പ്രവർത്തനങ്ങളും അവരുടെ ഓരോ പ്രവൃത്തികളും ഇനിയും വരും വർഷങ്ങളും ഇതിനേക്കാൾ നന്നായിട്ട് ഭംഗിയായിട്ട് നടത്താൻ കഴിയട്ടെ എന്ന്, അത് ഈ നാട്ടിന്റെയും നാട്ടുകാർക്കും വളരെയേറെ പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഓണാശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്കറിയാം കോവിഡ് കാലത്ത് ഈ 5 തെങ്ങ് പ്രദേശത്ത് എല്ലാവരും അകപ്പെട്ട് നിന്നപ്പോ എല്ലാവരും കൂടെ അരിയും പ്രയോജനവും കൊടുക്കുമ്പോൾ നമുക്കൊരു ബുദ്ധി തോന്നിയത് അവിടെ രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവർക്ക് മരുന്ന് വാങ്ങാൻ നിവർത്തിയില്ല. എന്താണ് അങ്ങനെ ഞങ്ങള് 5 തെങ്ങ് പ്രദേശത്ത് ആകെ പോയി ആ കോവിഡ് കാലത്ത് പോയി അവരുടെ ചികിത്സാ തുണ്ടുകളെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് ആ മരുന്നുകളെല്ലാം കളക്ട് ചെയ്ത് ആ കോവിഡ് കാലത്ത് കൊണ്ടുകൊടുത്ത വലിയ ഉദ്ഗ്രമായ ഒരു പ്രവർത്തനം ആ സമയത്ത് ചെയ്ത ഒരു പൂർവ്വകാല വിദ്യാർത്ഥി പ്രസ്ഥാനം കൂടിയാണ്. ഇതാണ് ഞാൻ നീട്ടുന്നില്ല പ്രിയമുള്ളവരെ, ഇത് ഇനിയും മുന്നോട്ട് തന്നെ പോകും. ജനങ്ങളെ സഹായിക്കാൻ, നമ്മുടെ കൂടെയുള്ളവരെ സഹായിക്കാൻ, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചിത്രത്തോണി എന്നും ഈ സമൂഹത്തിന്റെയും നാട്ടിലെയും ഒരു മുതൽക്കൂട്ടായി മാറും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവരും ആശംസകൾ.
മുകേഷ് സാറിന് പോകാൻ അർജന്റായിട്ട് മുകേഷ് സാർ പോവുകയാണ്. ബാക്കി സുഭാഷ് ബാക്കി എല്ലാവരും കൂടെ സഹായിക്കുന്നതാണ്. കുറച്ച് ബാക്കിൽ നിന്നോളാം. അനൗൺസറെ ഇവിടെ ഇരിക്കണം, ഇവിടെ ഇരിക്കണം. തലയാണ് വരുന്നത്. ഇവിടെ ഇരിക്കും. മാസ്ക് മാറ്റി കൊടുത്തോ. അവരുടെ കയ്യിൽ വെച്ചിരുന്ന ഫ്രണ്ടിന് മാറി, ഫ്രണ്ടിന് മാറി. അടുത്ത പ്രസന്ന. ഇഷക്കുട്ടി മാറിക്കോ. ഇവിടെ എല്ലാം കൊടുത്തിട്ട് പോകും. സുകുമാരി. മാറിക്കോ. ജയശ്രീ. 300 വർഷം പഴക്കമുള്ള ഈ ഹാൻഡ് ക്രാഫ്റ്റഡ് സീലിംഗ്, ഈ ആഡംബര ഫ്ലോറിംഗ്, പിന്നെ ഈ മാഗ്നിഫിസെന്റ്ലി മിറർ. അത്രയ്ക്കങ്ങ് പോരാ. എക്സ്ക്യൂസ് മീ, ഫ്ലോറിംഗ് അത്രയ്ക്കങ്ങ് പോരാ. വരൂ. ബ്യൂട്ടിഫുൾ ഫ്ലോറിംഗ്, ന്യൂ രാജസ്ഥാൻ മാർബിൾസ്. ബ്യൂട്ടിഫുൾ വാൾസ്, ന്യൂ രാജസ്ഥാൻ മാർബിൾസ്. നല്ല ഭംഗിയുണ്ട്. ന്യൂ സ്റ്റൈൽ. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാർബിൾ ഗ്രാനൈറ്റ് ആൻഡ് വെട്ടിഫൈഡ് ടൈൽ ഷോറൂം ന്യൂ രാജസ്ഥാൻ മാർബിൾസ്.